Hello students, welcome to Sapphire Future Academy's Board Booster series. Today we are going to discuss the last part of haloalkenes and haloarenes. Okay, today we are going to discuss reactions of haloarenes. Haloarenes നമുക്കറിയാം ബെൻസീൻ റിംഗ് ആണ് അവിടെ മെയിൻ കമ്പോണന്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ബെൻസീൻ റിംഗ് ഇലക്ട്രോൺ റിച്ച് ആണെന്ന് നമുക്കറിയാം. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണെങ്കിൽ അത് അട്രാക്ട് ചെയ്യുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു അറ്റാക്കിംഗ് റിയേജൻറ്റിനെ ആയിരിക്കും. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള അറ്റാക്കിംഗ് റിയേജൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് ഇലക്ട്രോഫൈൽസ് എന്നാണ്. ഇനി ബെൻസീൻ റിംഗ് നോർമലി അണ്ടർഗോ ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. അഡീഷൻ റിയാക്ഷൻസ് പൊതുവെ ബെൻസീൻ റിംഗ് തരാറില്ല. കാരണം ആ ഒരു 3 പൈ ബോണ്ടാണ് അതിൻ്റെ റെസൊണൻസ് സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അഡീഷൻ റിയാക്ഷൻസ് ബെൻസീൻ റിംഗ് നോർമലി തരാറില്ല. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് ബെൻസീൻ റിംഗ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള എല്ലാ ഹലോഅരീൻസിനും നോർമലി അണ്ടർഗോ ചെയ്യാൻ താല്പര്യമുള്ള ടൈപ്പ് ഓഫ് റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ നോർമലി ഹലോഅരീൻസ് അണ്ടർഗോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. അതിൽ നമ്മൾ എക്സാമ്പിൾസ് പഠിക്കുന്നത് നൈട്രേഷൻ, ഹാലോജനേഷൻ, സൾഫോണേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ഇതൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെൻസീൻ റിങ്ങിന് ഒട്ടും താല്പര്യമില്ലാത്ത, അതായത് ലെസ് റിയാക്ടിവിറ്റി തരുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ്. ദാറ്റ് ഈസ് നോൺ ആസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ സംഭവിക്കുന്നത് ഇതാണ്. നമ്മുടെ ക്ലോറോബെൻസീൻ ഹാലോഅരീൻ എങ്കിൽ ഇതിലേക്ക് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂക്ലിയോഫൈൽ ആയിരിക്കും. ന്യൂക്ലിയോഫൈലിന്റെ ചാർജ് NU- ഇങ്ങനെ ഡിനോട്ട് ചെയ്താൽ മതി. നെഗറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസ് ആണ് ന്യൂക്ലിയോഫൈൽ. അപ്പോൾ ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ബെൻസീൻ റിങ്ങിലുള്ള ഒരു നെഗറ്റീവ് ചാർജ് പോയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ ബെൻസീൻ റിങ്ങിലുള്ള ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ഹാലോജൻസ് ആണ്. ഇവിടെ ക്ലോറിൻ ആണ്. അതുപോലെ പൊതുവെ ഏതെങ്കിലും ഒരു ഹാലോജൻ, ബ്രോമിൻ, അയോഡിൻ, ക്ലോറിൻ പോലുള്ള ഏതെങ്കിലും ഒരു ഹാലോജൻ ആയിരിക്കും അവിടെ ഉള്ളതെങ്കിൽ അതാണ് നെഗറ്റീവ് പാർട്ടായിട്ട് ലീവ് ചെയ്തു പോകേണ്ടത്. പകരം നമ്മൾ ചേർക്കുന്ന അറ്റാക്കിംഗ് റിയേജന്റിലെ ന്യൂക്ലിയോഫൈൽ അവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ ഇവിടെ ക്ലോറോബെൻസീൻ ആണ് ലീവ് ചെയ്തു പോകേണ്ട ഗ്രൂപ്പ്, അല്ലെങ്കിൽ ലിവിങ് ഗ്രൂപ്പ് എന്ന് നമുക്ക് വിളിക്കാം. ലിവിങ് ഗ്രൂപ്പ് ക്ലോറോ ഗ്രൂപ്പാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ക്ലോറോബെൻസീൻ പോലുള്ള ഗ്രൂപ്പുകൾ വരുമ്പോൾ നമ്മുടെ ബെൻസീൻ റിംഗ് നടത്തുന്ന റെസൊണൻസ് ആണ് +R എഫക്റ്റ്. പോസിറ്റീവ് +R എഫക്റ്റ് ആണ് ഇപ്പൊ ഈ ഒരു ക്ലോറോബെൻസീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പിക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലോറോബെൻസീനിൽ നിന്ന് ക്ലോറിനിലെ ലോൺ പെയർ ആ ഒരു സിംഗിൾ ബോണ്ടിലേക്ക് വന്ന് അത് ഡബിൾ ബോണ്ട് ആവുന്നു. അറ്റ് ദ സെയിം ടൈം റിംഗിലെ ഡബിൾ ബോണ്ട് ലോൺ പെയർ ആയിട്ട് ഓർത്തോ പൊസിഷനിലേക്ക് പോകുന്നു. ദെൻ ആ റെസൊണൻസ് കണ്ടിന്യൂ ചെയ്ത് പാരയിൽ നെഗറ്റീവ് വരുന്നു. എഗെയിൻ ഓപ്പോസിറ്റ് സൈഡിൽ ഓർത്തോ പൊസിഷനിൽ നെഗറ്റീവ് വരുന്നു. പിന്നെ അത് തിരിച്ച് നോർമൽ ക്ലോറോബെൻസീൻ ആയിട്ട് മാറുന്നു. ഈ പ്രോസസ്സ് ക്ലോറോബെൻസീനിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ക്ലോറോബെൻസീനിന് മോസ്റ്റ് പ്രോബബ്ലി കാർബണിനും ക്ലോറിനും ഇടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് ആണ്. ഇവിടുത്തെ കാർബണിനും ഈ ക്ലോറിനും ഇടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഡബിൾ ബോണ്ട് ആണ്. പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആണ് ഇതിന് കൂടുതൽ സമയമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. ബട്ട് ഡ്യൂ ടു ദ പാർഷ്യൽ ഡബിൾ ബോണ്ട് നേച്ചർ ഓഫ് ക്ലോറിൻ ദിസ് ബോണ്ട് ഈസ് ഡിഫിക്കൽട്ട് ടു ബ്രേക്ക്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലീവ് ചെയ്തു പോകുന്നില്ല. ലീവ് ചെയ്തു പോവാത്തത് കൊണ്ട് തന്നെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നോർമൽ റേറ്റിൽ നമുക്ക് കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ലെസ് റിയാക്റ്റീവ് ഓൺ ബെൻസീൻ റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് മാത്രമല്ല ഇതിന് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പല ഫാക്ടറുകളുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പൊ സപ്പോസ് നമ്മൾ ഈ ഒരു ബോണ്ട് വളരെ ശ്രമകരമായിട്ട് നമ്മൾ ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു കാർബണിൽ പോസിറ്റീവ് ചാർജും Cl- ഇങ്ങനെയായിരിക്കും ഇവര് സെപ്പറേറ്റ് ആയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ദി റിമൂവൽ ഓഫ് ക്ലോറിൻ ഇവിടെ ബെൻസീൻ റിംഗിൽ വരുന്ന ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഇത് ഒരു ഫിനൈൽ കാർബോകാറ്റോൺ ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ഫിനൈൽ കാർബോകാറ്റോണിന് ഒട്ടും തന്നെ റെസൊണൻസ് സ്റ്റെബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു
കാർബോകാറ്റോണിനെ ഈ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യിക്കാൻ യാതൊരു ചാൻസും ഇല്ല. അതാണ് രണ്ടാമത്തെ അൺഫേവറബിൾ ഫാക്ടർ. ക്ലോറിൻ റിമൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഫിനൈൽ കാർബോകാറ്റോൺ എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നോക്കാം, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ബെൻസീൻ റിങ് ഇലക്ട്രോൺ റിച്ച് ആണ്. ബെൻസീൻ റിങ് ഇലക്ട്രോൺ റിച്ച് ആണ്. നോക്ക്, പുറത്തുനിന്ന് വരുന്ന ന്യൂക്ലിയോഫൈൽ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇതും ഇലക്ട്രോൺ റിച്ച് ആണ്. 2 ഇലക്ട്രോൺ റിച്ച് സ്പീഷീസുകൾ അടുത്ത് വരിക എന്ന് പറയുന്നതും നോർമലി പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ന്യൂക്ലിയോഫൈലും ഇലക്ട്രോൺ റിച്ച് ആണ്, ബെൻസീൻ റിംഗും ഇലക്ട്രോൺ റിച്ച് ആണ്. ഇവർ തമ്മിൽ അട്രാക്ഷൻ അല്ല റിപ്പൾഷൻ ആണ് ഉണ്ടാവുന്നത്. അതും മൂന്നാമത്തെ ഒരു അൺഫേവറബിൾ ഫാക്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ അൺഫേവറബിൾ ഫാക്ടേഴ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മുടെ ഹാലോ അരൈൻസിൽ നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ റേറ്റിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ബെൻസീൻ റിംഗിൽ നടക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കണ്ടീഷൻസ് നമ്മൾ ഹൈ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ നിർബന്ധിച്ച് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഹാലോ അരൈൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തരും. ഓക്കെ, അതിന് സ്വതവേ ആ ഒരു റിയാക്ഷൻ നടത്താൻ ചാൻസ് ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ റീസൺസ് ആണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടത്. പക്ഷേ നമ്മൾ ഈ ഒരു റിയാക്ഷൻ നടത്താൻ വേണ്ട കണ്ടീഷൻസ് ആ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബെൻസീൻ റിങ് ഉറപ്പായിട്ടും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തരും. പക്ഷെ അത് ഡിഫിക്കൽട്ട് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മളൊരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഹാലോ അരൈനിൽ നടത്താൻ പോവാണ്. അപ്പൊ ക്ലോറോബെൻസീൻ ഞാൻ എടുക്കുന്നു, ഇതിലേക്ക് ഞാൻ ഒരു അക്വസ് NaOH ചേർത്ത് കൊടുത്താൽ, അക്വസ് NaOH ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്താൽ ഇതിൽ നിന്ന് OH- അയണുകൾ ഇഷ്ടം പോലെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതൊരു ന്യൂക്ലിയോഫൈൽ ആണ്. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ 623 കെൽവിനും 200 to 300 ATM സിസ്റ്റത്തിന് പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ, അതായത് നമ്മൾ നിർബന്ധിക്കുവാണ്, ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും കൊടുത്ത് ഈ സിസ്റ്റത്തിനെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്താൻ നമ്മൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഈ ബോണ്ട് ബ്രേക്ക് ആവും, ന്യൂക്ലിയോഫൈൽ വരും, ഇവിടെ Cl പകരം OH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ കണ്ടീഷൻസ് അനുവദിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും റിംഗ് എന്ത് നടത്തും? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. അതിന് വേണ്ട കണ്ടീഷൻസോ 623 കെൽവിനും 200 to 300 ATM ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ പറയാമെങ്കിലും ഇത് അച്ചീവ് ചെയ്യാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ കുറച്ചും കൂടി എളുപ്പത്തിൽ നടത്താനുള്ള ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ആണ് നമ്മൾ ആലോചിക്കുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാലോ അരൈൻ റിംഗിൽ നമ്മളൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ കണ്ടീഷൻസ് നമുക്ക് കുറച്ചും കൂടി മൈൽഡ് ആക്കാം. ഓക്കെ, കാരണം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വിഡ്രോ ചെയ്തുകൊണ്ട് പോവുക, റിംഗിൽ നിന്ന് ഇലക്ട്രോണിനെ വലിച്ചുകൊണ്ട് പോവുക, പുൾ ഔട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബെൻസീൻ റിംഗ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവും. നമ്മൾ എന്താ പറയുക, പർപ്പസ്ഫുള്ളി റിങ്ങിനെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആക്കി കൊടുക്കുക. അപ്പം അങ്ങനെ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻസി റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അതിന് പുറത്ത് നിൽക്കുന്ന ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈലിനോട് അട്രാക്ഷൻ തോന്നും. അതിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഒരുപാട് കണ്ടീഷൻസ് കൊടുക്കാതെ തന്നെ റിങ് ന്യൂക്ലിയോഫൈലിനെ അട്രാക്ട് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പോവാണ്. അപ്പം അങ്ങനെ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കൊടുക്കുന്നത് ഓർത്തോ പാരാ പൊസിഷൻസിലേക്കായിരിക്കണം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഓർത്തോ പാരാ പൊസിഷൻസിൽ വരണം എന്ന് പറയുന്നത്? റെസണൻസ് നടക്കുമ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ കണ്ടിരുന്നു, ഓർത്തോ പാരാ പൊസിഷനിലാണ് നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ റിച്ച്നെസ് വരുന്നത്. അപ്പോൾ പുൾ ഔട്ട് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അവിടെ തന്നെ നമ്മൾ ആരെ വെക്കണം? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ വെക്കണം. അപ്പോൾ ഓർത്തോ പാരാ പൊസിഷൻസിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷൻസ് മൈൽഡ് ആക്കി കൊടുക്കാം. നോക്കാം, ഇവിടെ ആദ്യത്തെ എക്സാമ്പിളിൽ പാരാ പൊസിഷനിൽ ഒരു NO2 ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിക്കേ, 443 കെൽവിനിലേക്ക് ടെമ്പറേച്ചർ താഴ്ന്നു. പ്രഷറിൻ്റെ ആവശ്യമില്ല, പ്രഷറാണ് റിമൂവ് ആയി പോയത്. ടെമ്പറേച്ചർ നമ്മൾ ഒരിത്തിരി കുറച്ച് കൊടുത്താൽ മതി. കണ്ടോ, കണ്ടീഷൻസ് മൈൽഡ് ആക്കി. അപ്പം NO2 ഗ്രൂപ്പിനൊന്നും ഒന്നും സംഭവിക്കുന്നില്ല, അത് ഈ റിങ്ങിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്നു എന്ന് മാത്രം. റിയാക്ഷൻ എന്ത് തന്നെ? അക്വസ് NaOH ആണ് ചേർക്കുന്നത്, അക്വസ് NaOH ആണ് ചേർക്കുന്നത്.
അപ്പോൾ ഇതിൽ നിന്ന് OH മൈനസുകൾ ഉണ്ടാവും. ഈ OH മൈനസുകൾ ഈ ഒരു ക്ലോറിനെ ലീവ് ചെയ്തിട്ട് അവിടെ കയറിയിരിക്കും. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. ഓക്കെ, ഇനി ദാ അടുത്ത കേസിൽ ഓർത്തോയിലും പാരയിലും ഓരോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ വയ്ക്കുമ്പോൾ 2 ഗ്രൂപ്പ് ഇരുന്ന് ഇലക്ട്രോണിനെ വലിച്ചുകൊണ്ട് പോയാൽ റിംഗ് ഒന്നും കൂടി ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവും. അപ്പോൾ അത് കുറച്ചും കൂടി റിയാക്റ്റീവ് ആകും. നോക്കിക്കേ, ഇവിടെ കണ്ടീഷൻസ് കൊടുക്കേണ്ടി വരുന്നത് 368 കെൽവിനിലേക്ക് താഴുന്നു ടെമ്പറേച്ചർ. അവിടെയും പ്രഷറിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ അക്വസ് NaOH വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി എളുപ്പത്തിൽ ക്ലോറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് കൊണ്ടുവരാം? OH കൊണ്ടുവരാം. കണ്ടോ, NO2 ഗ്രൂപ്പുകളൊക്കെ അവിടെ തന്നെ ഇരിക്കും. ക്ലോറിന് മാത്രമേ അവിടെ റിയാക്ഷൻ ഉള്ളൂ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ക്ലോറിന് മാത്രമേ നടക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ ദെൻ മൂന്നാമത്തതോ, നമ്മളിവിടെ എന്ത് ചെയ്തു? എല്ലാ ഓർത്തോ പാരാ പൊസിഷൻസിലും NO2 ഗ്രൂപ്പിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ഒരു റിംഗ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവും. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മീഡിയം വാം ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വെറുതെ ഒന്ന് കൊടുത്താൽ മതി. ക്ലോറിൻ അവിടെ നിന്ന് എന്ത് ചെയ്തോളും? OH ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയിക്കും. ഓക്കെ, അപ്പോൾ 3 NO2 ഗ്രൂപ്പ് ഒന്നിച്ചു വരുമ്പോഴാണ് റിയാക്ഷൻ ഏറ്റവും എളുപ്പത്തിൽ നടക്കുന്നത്. അതിവിടെ നമ്മൾ NO2 ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇലക്ട്രോൺ ഡെഫിഷ്യൻസി റിംഗിൽ കൊണ്ടുവരാനും കണ്ടീഷൻസ് മൈൽഡ് ആക്കാനും വേണ്ടിയിട്ടാണ്. കണ്ടോ, നമ്മൾ നിർബന്ധിച്ചാൽ നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ് എന്ത്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിന് പേരുണ്ട്. ഈ നേരത്തെ കണ്ട കോമ്പൗണ്ടുകളുടെയും പേരിട്ട് നിങ്ങൾ പഠിക്കണം. OH വരുമ്പോൾ OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, അതിന് 1ാമത്തെ പൊസിഷൻ കൊടുക്കും. ദെൻ 2, 3, 4, 5, 6. അപ്പൊ 2ലും 4ലും 6ലും NO2 ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ പേര് വരുന്നത് 2,4,6 ട്രൈ നൈട്രോ ഫിനോൾ എന്ന പേര് വരും. ഇതിനൊരു കോമൺ നെയിം ഉണ്ട്, പിക്രിക് ആസിഡ്. അതുകൊണ്ട് തന്നെ ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, പിക്രിക് ആസിഡ്. ഓക്കെ, 2,4,6 ട്രൈ നൈട്രോ ഫിനോൾ അല്ലെങ്കിൽ പിക്രിക് ആസിഡ്. ഓക്കെ, ദെൻ ഇനി ഹാലോ അരീൻസിന് ഇഷ്ടമുള്ള റിയാക്ഷൻ, അതായത് ഞാൻ പറഞ്ഞു ബെൻസിൻ റിംഗ് ഇലക്ട്രോൺ റിച്ച് ആയതുകൊണ്ട് അതിന് പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരോടാണ് താല്പര്യം. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഇലക്ട്രോഫൈൽ എന്നാണ് വിളിക്കുക. അപ്പോൾ ബെൻസിൻ റിംഗ് നോർമലി തരുന്ന റിയാക്ഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആ റിയാക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റിംഗിലേക്ക് ഒരു ഇലക്ട്രോഫൈൽ ആണ് വരുന്നതെങ്കിൽ, E+ ആണ് വരുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും കൊടുക്കണ്ട, ടെമ്പറേച്ചറോ പ്രഷറോ കൊടുക്കണ്ട. റിങ് ആ ഒരു റിയാക്ഷൻ നടത്താൻ വില്ലിങ് ആണ്. നമ്മൾ ജസ്റ്റ് ആ ഒരു അറ്റാക്കിംഗ് റിയേജന്റിനെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, റിയാക്ഷൻ അവിടെ നടക്കും. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാലോജനേഷൻ. ഹാലോജനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻസ്. ഹാലോജനേഷന് വേണ്ടി നമ്മൾ എപ്പോഴും ചേർക്കുന്ന റിയേജന്റ് എന്ന് പറയുന്നത് ഏതാണോ ചേർക്കേണ്ട ഹാലോജൻ, അത് ക്ലോറിൻ ബ്രോമിൻ ആണ് നോർമലി സെലക്ട് ചെയ്യാറ്, Cl2 അല്ലെങ്കിൽ Br2 ബാർ. ഒരു ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ അൺഹൈഡ്രസ് FeCl3 തന്നെയാണ് എടുക്കാറ് കേട്ടോ. അവിടെ ഒരു ലൂയിസ് ആസിഡിന്റെ പ്രസൻസ് വേണമെന്നേ ഉള്ളൂ. അത് ഹാലോജനേഷനിൽ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നത് അൺഹൈഡ്രസ് FeCl3 ആണ്. അതിപ്പോൾ ക്ലോറിൻ വന്നാലും ബ്രോമിൻ വന്നാലും നമ്മൾ എടുക്കുന്നത് അൺഹൈഡ്രസ് AlCl3 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു Cl2 FeCl3 കൂടിയാണ് ആദ്യം റിയാക്ഷൻ നടക്കുക. ഇവിടെ Cl ഇതാണ് Cl2, ഇവിടെ എന്തുണ്ട്? FeCl3 ഉണ്ട് അല്ലേ. ഈ FeCl3 ഇതിൽ നിന്ന് ഒരു ക്ലോറിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുപോകും. സിൻസ് ഇറ്റ് ഈസ് എ ലൂയിസ് ആസിഡ്, അത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അത് നമ്മുടെ Cl2ൽ നിന്ന് ഒരു ക്ലോറിനെ വിത്ത് ഇലക്ട്രോൺ പെയർ വലിച്ചുകൊണ്ട് പോകും. ആൻഡ് ഇറ്റ് ബിക്കംസ് FeCl4- ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പൊ ഇവിടെ FeCl4- ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോറിൻ ബോണ്ട് പെയറിനെയും കൊണ്ട് പോകുന്നത് കൊണ്ട് ഈ ക്ലോറിന് അക്വയർ ചെയ്യുന്ന ചാർജ് പോസിറ്റീവ് ആണ്. ഇത് ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യും. ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള നമ്മുടെ ബെൻസീൻ റിംഗിലേക്ക് അത് അട്രാക്റ്റഡ് ആവും. ഓക്കെ, അപ്പോൾ ഇത് മൂവ് ടുവേർഡ്സ് ബെൻസീൻ റിംഗ്. ഓക്കെ, ആ സമയത്ത് ഇവിടെ നമ്മുടെ ബെൻസീൻ റിംഗിൽ 5 പൊസിഷൻസിൽ ഹൈഡ്രജൻസ് ഇരിപ്പുണ്ട്. ഇതിൽ നിന്ന് ഓർത്തോ പാരാ പൊസിഷൻസിലുള്ള ഹൈഡ്രജൻ, ഓർത്തോ പാരാ പൊസിഷൻസിലുള്ള ഹൈഡ്രജൻ ആര് വേണമെങ്കിലും മാറിക്കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു Cl+ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
കാരണം റെസൊണൻസ് ആദ്യത്തെ സ്ലൈഡിൽ നിങ്ങൾ കണ്ടിരുന്നു, റെസൊണൻസ് വരുമ്പോൾ ഓർത്തോ പാരാ പൊസിഷൻസിലാണ് നെഗറ്റീവ് വരുന്നത്. അപ്പൊ അവിടേക്ക് ഈ ഒരു Cl+ വന്നിരിക്കാനാണ് താല്പര്യം കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഇവിടത്തെ എച്ചുകളായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു Cl+ വരുന്നു, ഏതെങ്കിലും ഒരു പൊസിഷൻ ഓർത്തോയിലെ അല്ലെങ്കിൽ പാരയിലെ എച്ച് പോകുന്നു, പകരം അവിടെ Cl+ കയറിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ ദാ ഇവിടെ പാരയില് പോയി എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് പാരാ പൊസിഷനിൽ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പ്രോഡക്റ്റ് കിട്ടും. അറ്റ് ദ സെയിം ടൈം ഈ റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പൊ അടുത്ത മോളിക്യൂളിലും ഇതുപോലെ തന്നെ ബോണ്ട് FeCl3 അബ്സ്ട്രാക്ട് ചെയ്ത് പോകുന്നുണ്ട്, അടുത്ത Cl+ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അടുത്ത ബെൻസീൻ റിംഗ് ഇവിടെ ഉണ്ടാവും. ആ ബെൻസീൻ റിംഗിൽ നിന്ന് ചിലപ്പോ ഓർത്തോ പൊസിഷനിലെ H+ പോയിട്ട് അവിടെയായിരിക്കും ക്ലോറിൻ വന്നിരിക്കുക. കണ്ടോ? അപ്പോൾ ഓർത്തോ പ്രോഡക്റ്റും നമുക്ക് കിട്ടും. അതായത് രണ്ട് പ്രോഡക്റ്റും ഇവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓർത്തോ പ്രോഡക്റ്റും കിട്ടും, പാരാ പ്രോഡക്റ്റും കിട്ടും. അത് റെസൊണൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓർത്തോ പ്ലസ് പാരയാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടുമ്പോ ഇതിൽ മേജർ ആരാന്ന് പഠിക്കണം. പാരയായിരിക്കും മേജർ. കാരണം പാരാ പൊസിഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്കിടയിൽ സ്റ്റെറിക് ക്രൗഡിങ്ങും അതിന്റെ റിപ്പൾഷൻ ഒന്നും വരില്ല. അതുകൊണ്ട് പാരാ പ്രോഡക്റ്റ് ആയിരിക്കും മേജർ, ഓർത്തോ പ്രോഡക്റ്റ് എപ്പോഴും മൈനർ ആയിരിക്കും. ഓക്കെ, എന്നാലും രണ്ട് പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യും. ഇനി എല്ലാ റിയാക്ഷൻസിലും ഇപ്പൊ ഈ പറഞ്ഞ ഇതേ മെക്കാനിസം തന്നെയാണ് നടക്കുക. നമ്മളൊരു സെറ്റ് ഓഫ് റിയേജൻസിനെ ഹലോ അരീൻസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടാവും. ആ സെറ്റ് ഓഫ് റിയേജന്റിൽ നിന്ന് ഇലക്ട്രോഫൈൽ ജനറേറ്റ് ആവും. ഈ ഇലക്ട്രോഫൈൽ പോയിട്ട് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും അറ്റാക്ക് ചെയ്യും. ഓർത്തോ പ്ലസ് പാരാ പ്രോഡക്റ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് തന്നെയാണ് എല്ലാത്തിലും നടക്കുന്ന മെക്കാനിസം. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഇതിന്റെ മെക്കാനിസം ഒന്നും ചോദിക്കില്ല, പ്രോഡക്റ്റ് എഴുതാനേ നമ്മളോട് ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തത് നൈട്രേഷൻ. നൈട്രേഷനിൽ നമ്മൾ ചേർക്കുന്ന റിയേജന്റ് കോൺസെൻട്രേറ്റഡ് HNO3യും കോൺസെൻട്രേറ്റഡ് H2SO4 ആണ്. ഇതിനെ നമ്മൾ നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് വിളിക്കും. ഓക്കെ, ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോഫൈല് NO2+ ആണ്. NO2+ ആണ് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും അത് വന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു റിംഗിൽ ഓർത്തോ പൊസിഷനിലാണ് അറ്റാക്ക് ചെയ്യണമെങ്കിൽ അടുത്ത റിംഗിൽ അത് പാരാ പൊസിഷനിൽ അറ്റാക്ക് ചെയ്യും. നമുക്ക് ഓർത്തോ പ്രോഡക്റ്റും പാരാ പ്രോഡക്റ്റും കിട്ടും. ഓക്കെ, മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പാരയായിരിക്കും. ഇനി ഇതിന്റെ പേരെന്ത് വരും? നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പോൾ Clഉം NO2ഉം രണ്ടും സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ക്ലോറിൻ ആദ്യം വരുന്നത് കൊണ്ട് അയാൾക്ക് 1 കൊടുത്തു. ഓക്കെ, ദെൻ NO2ന് 2, 3, 4, 5, 6. ഓക്കെ, അപ്പൊ എന്ത് വരും? 2 നൈട്രോ 1 ക്ലോറോ 2 നൈട്രോ ബെൻസീൻ എന്ന് വരും. ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതേണ്ടത് കൊണ്ട് 1 ക്ലോറോ 2 നൈട്രോ ബെൻസീൻ എന്ന് വരും. ഓക്കെ, ഇവിടെയോ 1 ക്ലോറോ 4 നൈട്രോ ബെൻസീൻ എന്ന് വരും. പേരിടാനും കൂടി ഒപ്പം പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് സൾഫോണേഷൻ ആണ്. സൾഫോണേഷനിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന റിയേജന്റ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. SO3 ആണ് ഇലക്ട്രോഫൈൽ ആയിട്ട് ജനറേറ്റ് ചെയ്യുക. അതിവിടെ ഓർത്തോയിലും പാരയിലും വന്ന് അറ്റാക്ക് ചെയ്യും. ഒരു റിംഗിൽ ഓർത്തോ പൊസിഷനിലാണെങ്കിൽ അടുത്ത റിംഗിൽ പാരാ പൊസിഷനിലായിരിക്കും SO3 വന്ന് അറ്റാക്ക് ചെയ്യുക. ഈ SO3 വന്ന് അറ്റാക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്ത് പോകുന്ന ഈ എച്ചും കൂടി ഈ ഒരു SO3യിലേക്ക് ആഡ് ചെയ്തത് എന്താവുന്നത്? SO3H ആവുന്നു. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഫൈൽ ചോദിച്ചാൽ നിങ്ങൾ SO3 എഴുതാൻ പാടുള്ളൂ. പക്ഷെ ബോണ്ട് ചെയ്ത് വരുമ്പോൾ അത് എന്തായിട്ട് മാറുന്നുണ്ട്? SO3H ആയിട്ട് മാറുന്നത്, സൾഫോണിൽ ഗ്രൂപ്പ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും വരാനുള്ള ചാൻസ് ഉണ്ട്. പാരാ പൊസിഷനിൽ വരുന്നതാണ് മേജർ പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ പേരിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ SO3H എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. സൾഫോണിക് ആസിഡ് എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ പ്രിഫറൻസ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ പേരിടുമ്പോൾ സൾഫോണിക് ആസിഡ് ഇരിക്കുന്ന പൊസിഷനെ 1 കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ചെറിയ നമ്പർ കിട്ടാൻ വേണ്ടി ഈ സൈഡിൽ കൂടി വരുമ്പോൾ ഇതിന് 2 കിട്ടും. ഓക്കെ, അപ്പൊ ഇത് വരുന്നത് 2 ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്നാണ് ഇതിന്റെ പേര് വരിക. ഇവിടെ വരുമ്പോൾ ഇത് 1 കൊടുക്കും. 2, 3, 4 ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്നാണ് ഇതിന്റെ പേര് വരിക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സൾഫോണേഷനിലുള്ളത്. ദെൻ അടുത്ത റിയാക്ഷൻ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ആണ്. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിൽ വരുന്നത് എന്താണ്? അൺഹൈഡ്രസ് AlCl3നെ നമ്മൾ ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് ആയിട്ട് എടുക്കും. അൽക്കൈലേഷനും നടത്താം, അസൈലേഷനും നടത്താം. അൽക്കൈലേഷൻ ആണ് നടത്തുന്നതെങ്കിൽ നമ്മൾ ഒരു ചെയിനിന്റെ കൂടെ ക്ലോറോ ഗ്രൂപ്പിനെ എടുക്കും. RCl എന്ന് പറയുന്ന പാറ്റേണിൽ എടുക്കും. ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ ചോദിച്ചു കഴിഞ്ഞാൽ
R+. ഇവിടുത്തെ ചെയിൻ ഏതാണോ അതിന്റെ മുകളിൽ പ്ലസ് ചാർജ് വരുന്നത്. ഓക്കെ, ഇനി നേരത്തെ പോലെ ഓർത്തോയിലും പാരയിലും വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പാര മേജർ ആയിട്ട് കിട്ടും. ഇവിടെ പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് CH3 വരുന്ന ബെൻസീൻ റിങ്ങിന് നമ്മൾ ഓൾറെഡി ടൊളുവിൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ടൊളുവിൻ വെച്ചിട്ട് പേരിട്ടാലും മതി, അല്ലെങ്കിൽ മീഥൈൽ ബെൻസീൻ എന്നും പേരിടും. ടൊളുവിൻ എന്ന് പേരിട്ടാലും കുഴപ്പമില്ല. 2-ക്ലോറോ ടൊളുവിൻ എന്നും 4-ക്ലോറോ ടൊളുവിൻ എന്ന് പേരിട്ടാലും ഇത് ശരിയാണ്. ഓക്കെ, ദെൻ അസൈലേഷൻ വരുമ്പോൾ നമ്മൾ എടുക്കുന്നത് RC ഡബിൾ ബോണ്ടോ Cl എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. കാറ്റലിസ്റ്റ് സെയിം തന്നെ, അൻഹൈഡ്രസ് AlCl3 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോഫൈലിനെ ചോദിച്ചു കഴിഞ്ഞാൽ RC ഡബിൾ ബോണ്ടോ പ്ലസ് കീറ്റോ ഗ്രൂപ്പിലാണ് പോസിറ്റീവ് ചാർജ് വരിക, അവിടെയാണ് ഇലക്ട്രോഫിലിക് നേച്ചർ വരിക. ഓക്കെ, അപ്പൊ ഇവിടെ CH3CO പ്ലസ് CH3C ഡബിൾ ബോണ്ടോ പ്ലസ് വരും. ഈ പ്ലസ് റിങ്ങിൽ വന്ന് ഓർത്തോയിലും പാരയിലും വന്ന് അറ്റാക്ക് ചെയ്യും. ഓർത്തോ പ്രോഡക്റ്റും പാരാ പ്രോഡക്റ്റും കിട്ടും. പാരാ പ്രോഡക്റ്റ് ആണ് മേജർ. ഇവിടെ ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇതിന് മൊത്തത്തിൽ നമ്മൾ ഒരു പേര് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്, അസെറ്റോഫിനോൺ എന്ന്. അതുകൊണ്ട് ഇത് 2-ക്ലോറോ അസെറ്റോഫിനോണും 4-ക്ലോറോ അസെറ്റോഫിനോണെന്നുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ബെൻസീൻ റിങ് തരുന്ന വളരെ ചെറിയൊരു റിയാക്ഷൻ ആണ് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. കോമൺ ആയിട്ട് അത് തരുന്ന റിയാക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. പിന്നെ നമ്മൾ നിർബന്ധിച്ചാൽ കണ്ടീഷൻസ് ഒക്കെ കൊടുത്താൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, വളരെ റെയർ ആയിട്ട് തരുന്ന റിയാക്ഷൻ ആണ് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ഇത് നെയിംഡ് റിയാക്ഷൻസ് ആണ്. 2 സയന്റിസ്റ്റുകളാണ് ഈ ഒരു റിയാക്ഷൻ കണ്ടുപിടിച്ചത്, അതുകൊണ്ട് ആ റിയാക്ഷൻ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് ഫിറ്റിക് റിയാക്ഷൻ നോക്കാം. ഫിറ്റിക് റിയാക്ഷൻ ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ 2 ഹാലോ അരീൻസിനെ എടുത്താൽ 2 ഹാലോ അരീൻസിനെ നമ്മൾ എടുത്തു, സോഡിയം മെറ്റലുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, മീഡിയം ആയിട്ട് നമ്മൾ ഡ്രൈ ഈതർ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ 2 ബെൻസീൻ റിങ്ങിൽ നിന്ന് X റിമൂവ് ആകുന്നുണ്ട്. 2 ബെൻസീൻ റിങ്ങിൽ നിന്ന് കൂടി X എന്ത് ചെയ്യും? റിമൂവ് ആകും. എന്നിട്ട് ആ പോയ പൊസിഷനുകൾ തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ആവും. ഓക്കെ, ആ ബോണ്ടാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. X പോകുന്ന 2 പൊസിഷൻസ് തമ്മിൽ ബോണ്ട് ക്രിയേറ്റ് ആവും. അതായത് 2 സെപ്പറേറ്റ് റിംഗ് ആയിരുന്നത് ഒന്നിച്ചൊരു റിംഗ് ആയിട്ട് മാറും. ഓക്കെ, നമ്മുടെ വുഡ്സിന്റെ അതേ പാറ്റേൺ, പക്ഷെ വുഡ്സിൽ നമ്മൾ എടുക്കുന്നത് ചെയിൻ ആണ്, ഇവിടെ നമ്മൾ എടുക്കുന്നത് റിംഗ് ആണെന്നുള്ള വ്യത്യാസമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ബൈഫിനൈൽ അല്ലെങ്കിൽ ഡൈഫിനൈൽ ആണ് നമുക്കിവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പൊ വുഡ്സ് തന്നെ അരോമാറ്റിക് റിംഗിൽ ചെയ്യുമ്പോൾ അതിന്റെ പേരെന്താ? ഫിറ്റിക് റിയാക്ഷൻ എന്നാണ് പേര്. ഓക്കെ, ദെൻ വുഡ്സും ഫിറ്റിക്കും കൂടി നമുക്ക് കമ്പൈൻ ചെയ്യാം. വുഡ്സ് ചെയിനിലാണ്, ഫിറ്റിക് റിംഗിലാണ് അല്ലേ. അപ്പൊ വുഡ്സ് ഫിറ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 എണ്ണത്തിൽ ഒരെണ്ണം ചെയിനും ഒരെണ്ണം റിംഗും എടുക്കുക, സോഡിയം മെറ്റൽ എടുക്കുക, ഡ്രൈ ഈതർ എടുക്കുക. ഓക്കെ, അപ്പൊ 2ൽ നിന്നും X പോകുന്നു, അവർ തമ്മിൽ ജോയിൻ ആവുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെയൊരു കോമ്പൗണ്ടിനെ കിട്ടും. ഓക്കെ, ഇത് മിക്കവാറും നിങ്ങളോട് ചോദിക്കുന്ന വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ നിങ്ങളോട് മിക്കവാറും ചോദിക്കുന്നത് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ടൊളുവിൻ ആയിരിക്കും. നമുക്ക് ഇവിടുന്ന് ടൊളുവിൻ പ്രിപ്പയർ ചെയ്യാം. ടൊളുവിൻ നമുക്ക് നോക്ക്, ഞാൻ ഇവിടെ ഒരു ബ്രോമോ ബെൻസീൻ എടുക്കുന്നു എന്ന് വിചാരിക്കാം. ബ്രോമോ ബെൻസീൻ എടുക്കുന്നു, ഇനി ഇതിനെ സോഡിയം മെറ്റൽ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു, ഒപ്പം ഞാൻ മീഥൈൽ ബ്രോമൈഡും കൂടി എടുക്കുന്നു എന്ന് വിചാരിക്കാം. മീഥൈൽ ബ്രോമൈഡ് പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥർ. ഇവിടെ നിന്ന് എനിക്ക് എന്തായിരിക്കും പ്രോഡക്റ്റ് കിട്ടാൻ നോക്കൂ. ഇതിൽ നിന്ന് ബ്രോമിൻ പോകുന്നു, ഇവർ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ടൊളുവിൻ. അപ്പൊ ടൊളുവിൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റിയാക്ഷൻ ആണ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ടൊളുവിൻ എന്നല്ല, ഏത് ആൽക്കൈൽ ബെൻസീൻ റിംഗ് ഉണ്ടാക്കണമെങ്കിലും ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ഈഥൈൽ ബെൻസീനോ പ്രൊപ്പൈൽ ബെൻസീനോ ഏത് റിയാക്ഷൻ വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടൊളുവിൻ്റെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ മെയിൻ റിയാക്ഷൻസും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഹാലോ ആൽക്കെയിൻസിന്റെ റിയാക്ഷൻസും പഠിച്ചു, ഹാലോ അരീൻസിന്റെ റിയാക്ഷൻസും പഠിച്ചു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വളരെ നന്നായിട്ട് പഠിക്കുക, പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.